അടുക്കളയിൽ നല്ല തിരക്കുണ്ട്. ഇന്നത്തെ ഐറ്റം ബ്രന്റ്വുഡ് ബിരിയാണി. എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് ചീഫ് കുക്ക് അജയ് പറഞ്ഞുതരും. നമ്മുടെ ചേരുവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്ര സാധനങ്ങൾ ഇവിടെ മാറ്റി വെച്ചേക്കാണ്. അതിനുശേഷം സവാള അരിയുക. സവാള രണ്ട് രീതിയിൽ അരിയണം. ഒന്ന് ചെറുതായിട്ടും പിന്നെ ഒന്ന് വളരെ റൗണ്ടായിട്ടുള്ളതാണ് ഇപ്പൊ കണ്ടത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ വളരെ ചെറുതായിട്ട് അരിയുക. പച്ചമുളക് ചെറുതായിട്ട് അരിയുക. മഞ്ഞപ്പൊടി, കാഷ്യൂനട്ട്, പിന്നെ നെയ്യ്, ഉപ്പ്, ഉണക്കമുന്തിരിങ്ങ, ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4 ഗ്ലാസ് അരി, ഇത് 6 പേർക്ക് സുഖമായിട്ട് തികയും. ഒരു കുക്കർ എടുത്ത് അതിൽ ഒരു 2 സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് നെയ്യ് ഉരുകി വരുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇപ്പൊ ഇടുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് സ്പൈസസ്, അതായത് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് ഇതിന്റെ കൂടെ ഇട്ട് മൂപ്പിക്കുക. ഇപ്പൊ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടാവും. നല്ലൊരു വാസന വരുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇടുക. സവാള ഗിരിഗിരിയാണ്. അത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റുക. മഞ്ഞപ്പൊടി, ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. മൂന്ന് സ്പൂൺ ഉപ്പ് ചേർത്ത് നാല് ഗ്ലാസ് അരിക്ക് 3 സ്പൂൺ ഉപ്പ്. അതിനുശേഷം അതിലേക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഇടുക. ഇപ്പൊ അരി ചെറുതായിട്ട് ഇനി ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. അതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക ചേരുവകളെല്ലാം കൂടെ. അതിനുശേഷം അല്പം മഞ്ഞപ്പൊടി ചേർക്കുക. അതൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 6 ഗ്ലാസ് വെള്ളം ചേർക്കുക. അതിൽ വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് അതിൽ സ്റ്റീം വന്നു കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ഇട്ട് കറക്റ്റ് 10 മിനിറ്റ് വേണ്ടിയിട്ട് റിമൈൻഡർ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. അത് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. കുക്കർ എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി റൈസിലിടാനായിട്ട് വട്ടത്തിലരിഞ്ഞ സവാള, നട്ട്സ്, കിസ്മിസ് ഇത് ഇത്രയും മൂപ്പിച്ച് നെയ്യിൽ മൂപ്പിക്കാനായിട്ട് നെയ്യ് വെക്കുക ചട്ടിയിൽ.
ആദ്യം കിസ്മിസ് ആണ് ഇട്ട് മൂപ്പിക്കേണ്ടത്. കിസ്മിസ് മൂത്ത് റെഡിയായിരിക്കുകയാണ്. അത് വേറൊരു പാത്രത്തിലോട്ട് പകർന്നു വെച്ചതിന് ശേഷം നമുക്കതിൽ തന്നെ ഈ നെയ്യിൽ തന്നെ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നട്ട്സ് ഇട്ട് മൂപ്പിക്കുക. ഈ നെയ്യിലോട്ട് ഇത്തിരി നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് മാറ്റണം. നട്ട്സൊക്കെ നല്ല ഒരു ബ്രൗൺ കളർ ആയിരിക്കുകയാണ്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് നമുക്ക് നേരത്തെ നല്ല റൗണ്ടിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് മൂപ്പിക്കുക. അതിനകത്ത് നമ്മുടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇപ്പം നെയ്യിലിട്ട് മൂപ്പിക്കുകയാണ്. ഇതൊരു നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതും നേരത്തെ മൂപ്പിച്ച നട്ട്സും കിസ്മിസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് റൈസിൽ ചേർക്കാം. നല്ല ബ്രൗൺ കളർ ആയിരിക്കുകയാണ്. റൈസിൽ ചേർക്കാനുള്ള നട്ട്സും കിസ്മിസും ഒക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ബ്രൻഡ്വുഡ് ബിരിയാണി റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന നെയ്യും കിസ്മിസും നട്ട്സും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബിരിയാണി റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ബ്രൻഡ്വുഡ് ബിരിയാണി. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം.